അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി ബൈപ്പാസ് ജംഗ്ഷൻ എത്തി. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. തിരുവല്ല. നമ്മളങ്ങനെ ലെഫ്റ്റിലേക്ക് കയറി. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്നതാണ് എൻ്റെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഇനി ഒരു 2 കിലോമീറ്റർ പോയിട്ട് നമുക്ക് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് NH 183. ഞാൻ ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാത്തങ്കരിയിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം പോകുന്നൊരു വീഡിയോ. അതിൽ നമ്മൾ ഈ റോഡിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സിഗ്നൽ ബ്ലോക്കാണ്. നമ്മൾ എത്തിയതും നമുക്ക് റെഡ് സിഗ്നലായി. ബൈപ്പാസ് റോഡ് ചങ്ങനാശ്ശേരി. നമുക്ക് സിഗ്നലായില്ല. നമ്മുടെ റൈറ്റ് സൈഡിൽ വലത്തോട്ടുള്ള റോഡിൽ സിഗ്നലായിട്ടുണ്ട്. ഇനി ഇടത്തോട്ടുള്ള റോഡിൽ സിഗ്നലാവും. അത് കഴിഞ്ഞിട്ടേ നമുക്കാവുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ പോയി ലെഫ്റ്റ് എടുത്ത്, അല്ല, നമുക്കാണ് ഇപ്പോൾ സിഗ്നലായത്. നമുക്ക് എന്തായാലും പോവാം. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയി ലെഫ്റ്റ് എടുത്ത് ചങ്ങനാശ്ശേരി കയറി പന്തളം ആ റൂട്ട് കയറി നമുക്കങ്ങ് പോവാം. പന്തളം വഴി അങ്ങ് പോവാം. അതാണ് എളുപ്പമുള്ള റൂട്ട്. ക്രാഷ് പ്രോൺ ഏരിയ, അപകട സാധ്യത മേഖല. ക്രിസ്റ്റൽ പാലസ് റൂംസ്, ഫാമിലി റെസ്റ്റോറൻറ്റ്, വലിയൊരു ഹോട്ടലാണ്. നമ്മളങ്ങനെ ഈ ബൈപ്പാസ് തിരുവനന്തപുരം ലെഫ്റ്റിലേക്ക്, ആലപ്പുഴ റൈറ്റ്. അപ്പം നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം. ആലപ്പുഴ പോകേണ്ടവർ വെള്ളത്തോട്ട് തിരിഞ്ഞ് ആലപ്പുഴയ്ക്ക് പൊക്കോളൂ. നമ്മൾ എന്തായാലും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നത്. റായിക്കാട് പാലം. ഈ സ്ഥലത്തിന്റെ പേരാണ് ലായിക്കാട്. ലായ്, അത് കൊള്ളാം. ലായിക്കാട്. ഇട സൈഡ് ചെറിയ കുരിശടിയും അതിൻ്റെ അകത്ത് പള്ളിയും ഉണ്ട്. പലരും ബസ് ഇറങ്ങിയിട്ടാലും തൊട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. വാഴയിലയിൽ മീൽസ് റെഡി. ഇടിഞ്ഞില്ലം, ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഇടിഞ്ഞില്ലം.
നമുക്ക് ഇനിയും പോകണം. ഇനിയും ഒരു 5-5.5 കിലോമീറ്റർ പോകാനുണ്ട്. പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് റൈറ്റിലേക്ക് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, റോയൽ ഓക്ക്. അതിൻ്റെ വലിയ ഷോറൂമാണ് ഇടത് സൈഡ്. അങ്ങനെ രാമഞ്ചിറ ബൈപ്പാസ് എത്തി. ഇവിടെ നിന്ന് നേരെ പോയാൽ തിരുവല്ല, ഇടത്തോട്ട് പോയാൽ കൊട്ടാരക്കര. നമുക്ക് നേരെ രാമഞ്ചിറ ബൈപ്പാസ് ജംഗ്ഷൻ. ആരോഗ്യ നഗരിയിലേക്ക് സ്വാഗതം. തിരുവല്ല മെഡിക്കൽ മിഷൻ. ഇവിടെ അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണ്. ഇഷ്ടംപോലെ ബിസിനസ്, പിന്നെ ഇഷ്ടംപോലെ വലിയ വലിയ ബിൽഡിംഗ്. ബിസ്മി കണക്റ്റ്, കരിഷ്മ സിൽക്സ്. നമുക്ക് സിഗ്നലായി. ഈ വലേ സൈഡ് കാണുന്ന ട്രെൻഡ്സിൻ്റെ വലിയൊരു ഷോപ്പാണ്. റോഡ് മെയിൻ ജംഗ്ഷൻ ആയിട്ടുള്ള റോഡ് ഇത്രയ്ക്ക് കയറിയിടാണോ? മഴവെള്ളം എല്ലാം ഇറങ്ങിച്ചെന്ന് അവിടെ കെട്ടി നിന്ന് പൊടിയായതാണ്. കൊട്ടാരക്കര നേരെ, മല്ലപ്പള്ളി ലെഫ്റ്റ്, റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റ്. വലിയൊരു ടൗണാണ്, വലിയൊരു ടൗൺ. നമുക്കിവിടെ നിന്ന് റൈലിലേക്ക് നേരെയാണ് പോകേണ്ടത്. കൊട്ടരാരിയാസ് പാർക്ക്, വെജിറ്റേറിയൻ, ഇഷ്ടംപോലെ കടകൾ. വലിയൊരു ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. റൈറ്റ് സൈഡൊക്കെ വെച്ചിരിക്കുന്ന റെഡ് കളർ ബോർഡ് മെഡിസിറ്റിയുടെയാണ്. മെഡിസിറ്റി ഇന്റർനാഷണൽ അക്കാഡമി. 18ാം വയസ്സിൽ 18 ലക്ഷം സ്റ്റൈഫൻഡ്. കൊള്ളാം. അങ്ങനെ തിരുവല്ല എത്തി. നേരെയാണ് പോവേണ്ടത്. സിഗ്നലായി. റെഡ് സിഗ്നൽ 63 സെക്കൻഡ്. നമുക്ക് സിഗ്നലായി. ഗ്രീൻ സിഗ്നൽ 28 സെക്കൻഡേ ഉള്ളൂ. ഇവിടുന്ന് നമുക്കിനി 1 കിലോമീറ്റർ പോയിട്ട് റൈറ്റിലേക്ക് തിരിയണം. നിറച്ച് കടകളാണ്, നിറച്ച് കടകൾ. മിക്കവാറും എല്ലാ എന്ത് വേണമെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലും ഇവിടെ വന്നാൽ.
ബൈപ്പാസ് റോഡ് എത്തി. തിരുവനന്തപുരം റൈറ്റ്, ചെങ്ങന്നൂർ റൈറ്റ്, കോട്ടയം ലെഫ്റ്റ്, ബിലിവേഴ്സ് ഹോസ്പിറ്റൽ ലെഫ്റ്റ്. നമുക്ക് പോവേണ്ടത് റൈറ്റിലേക്കാണ്. നമുക്കിപ്പോൾ റെഡ് സിഗ്നലാണ്. നമുക്ക് സിഗ്നലായി. നമുക്കിപ്പോൾ റൈറ്റിലേക്ക് തിരുവനന്തപുരം ചെങ്ങന്നൂർ സൈഡിലേക്ക് പോവാം. ഫ്രണ്ട്സ്, മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്, താഴെ കൂടി റോഡ്. നമ്മൾ ഏതാണ്ട് ചെങ്ങന്നൂർ അടുപ്പിച്ചാവുന്നു. ഒരു 4 കിലോമീറ്റർ കൂടെ. കഴിഞ്ഞാൽ 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് നേരെയാണ് ചെങ്ങന്നൂർ ജംഗ്ഷൻ എത്തും. ഇത് ചെങ്ങന്നൂർ ടൗൺ തന്നെ. ചെങ്ങന്നൂർ ടൗൺ കയറി. ചെങ്ങന്നൂർ തിരുവനന്തപുരം നേരെ മാവേലിക്കര വലത്തോട്ട്. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇത് നമ്മുടെ ചെങ്ങന്നൂരിലെ റെയിൽവേ ജംഗ്ഷനാണ്. ഒരു സിഗ്നൽ ബ്ലോക്കാണ്. കണ്ട ഫ്രണ്ട്സ്, ഇവിടെ കളർഫുള്ളായിട്ട് ജേഴ്സികൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എല്ലാം നല്ല കളർഫുൾ വ്യൂ ആണ് ഇവിടെ. 5 റോസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ജനറൽ സ്റ്റോഴ്സ്. എന്തായാലും അത് കൊള്ളാം. ഇപ്പോൾ ലെഫ്റ്റിലോട്ട് സിഗ്നൽ ആയിട്ടുണ്ട്. നമുക്ക് പോവേണ്ടത് സ്ട്രെയിറ്റ് ആണ്. നമുക്ക് സിഗ്നലായി. അത്യാവശ്യം ട്രാഫിക് ഉള്ള ജംഗ്ഷനാണ്. വലിയൊരു ജംഗ്ഷൻ കൂടിയാണ്. ഇതും നമുക്ക് വേണമെങ്കിൽ ഒരു ടൗൺഷിപ്പ് എന്ന് പറയാം. ആലങ്കാരികമായിട്ട് പറയാം ചെങ്ങന്നൂർ ടൗൺഷിപ്പ്. സൈഡ് ബസ് സ്റ്റാൻഡാണ്. KSRTC ബസ് സ്റ്റാൻഡ്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫുൾ സ്വിങ്ങിൽ നമുക്ക് ചെങ്ങന്നൂർ ടൗൺ കാണാൻ പറ്റില്ല. രാത്രി അല്ലെങ്കിൽ വെളുപ്പിന് ഒരു 3 മണി 4 മണിക്ക് വന്നാലൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ 10 മണി ശേഷം വന്നു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ടൗണ് ഉണരും. അങ്ങനെ ഫുൾ സ്വിങ്ങിൽ നമുക്ക് ചെങ്ങന്നൂർ ടൗൺ കാണാം. ഇവിടെ സിഗ്നൽ ഇല്ല. പോലീസുകാരെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോയ ഓട്ടോ ചേട്ടൻ ചവിട്ടി. എന്നിട്ട് ഇടത്ത് സൈഡ് റോഡിൽ നിന്ന് വണ്ടികളൊക്കെ വിട്ടിട്ട് നമ്മളത് പൊക്കോളാൻ പറഞ്ഞു. ടൗൺ ഇങ്ങനെ എന്താ പറയുക, വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരു 1.5
2 കിലോമീറ്ററോളം. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ ടൗണ് വിട്ടു. ടൗണിൻ്റെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. ഇങ്ങോട്ട് വേറെ കടകളൊന്നുമില്ല, ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ. കൊട്ടാരക്കര നേരെ. ഇപ്പോൾ ഇത് ITI ജംഗ്ഷനായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ പന്തളം എത്തി. പന്തളത്തുനിന്ന് നമ്മൾ നേരെയാണ് നമുക്ക് പോവേണ്ട റൂട്ട്. ഇങ്ങനൊരു വീഡിയോ നമ്മുടെ ചാത്തങ്കരി ടു ട്രിവാൻഡ്രം ഞാൻ ചെയ്ത വീഡിയോയിലും ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെൻ്ററാണ് പന്തളത്തുള്ള. ഈ റൈറ്റ് സൈഡ് കാണുന്നതൊക്കെ കടകളാണ്. അത് പന്തളം ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ടൗൺ തന്നെ. അപ്പം അങ്ങനെ നമ്മൾ പന്തളം ടൗണ് വിട്ടു. ഇനി നമുക്കൊരു 7 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കാണ് കൊട്ടാരക്കര കോട്ടയം MC റോഡ് നമ്മൾ കയറും. അവിടെ ലെഫ്റ്റ് എടുത്ത് നേരെ തിരുവനന്തപുരം ലക്ഷ്യമാക്കി നമ്മൾ പോവും. ഇടയ്ക്ക് മഴ ഒന്ന് ചെറുതായിട്ട് പൊടിഞ്ഞായിരുന്നു. പിന്നെയും ചെറുതായിട്ട് പൊടിയുന്നുണ്ട് മഴ. എന്തായാലും ഇന്നത്തെ അന്തരീക്ഷം കൊള്ളാം. വലിയ ചൂടൊന്നുമില്ല, നല്ല തണുത്ത അന്തരീക്ഷം, നല്ല തണുത്ത കാലാവസ്ഥ. വണ്ടി ഓടിക്കാനും ഒരു രസമുണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വെയിലൊക്കെ അടിച്ച് ഭയങ്കര ചൂടും കണ്ണൊക്കെ ഒരുമാതിരി തോന്നും. പക്ഷേ കണ്ണാടി വയ്ക്കണം, കൂളിംഗ് ഗ്ലാസ്. ഇപ്പം അതൊന്നും വേണ്ട. നല്ല അടിപൊളി ക്ലൈമറ്റ് വണ്ടി ഓടിക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോവേണ്ടത്. നമ്മളങ്ങനെ അടൂരെത്തി. ഐ ലവ് അടൂർ. അടൂരിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 200 മീറ്റർ പോയിട്ട് നമുക്ക് റൈറ്റിലേക്ക് ബൈപ്പാസ് റോഡ് എടുക്കാം. ഇവിടുന്ന് ബ്ലോക്കാണല്ലോ. ഇത് ബൈപ്പാസിലോട്ടും നേരെയും ഒക്കെ പോകാനുള്ള വണ്ടികളാണ്. ഇവിടുന്ന് ശബരിമല നേരെ 90 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് റൈറ്റിലേക്കാണ്. നമ്മുടെ നേരെ ഉള്ളവർക്കാണ് സിഗ്നൽ ആയിട്ടുള്ളത്. ഇതേ വരുന്ന KSRTC ബസ് കണ്ണൂരാണ്. കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ്. ഇപ്പൊ റെഡ് ലൈറ്റ് കത്തി. നമുക്ക് സിഗ്നൽ ആയിട്ടുണ്ട്. ഇവിടെ 55 സെക്കൻഡാണ്. പക്ഷെ റൈറ്റിലോട്ട് എത്ര സമയം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. $38 സെക്കൻഡായി. അപ്പോഴും റൈറ്റിലോട്ട് സിഗ്നൽ ഉണ്ട്. നമ്മൾ എന്തായാലും റൈറ്റിലോട്ട് കയറി.
183 കയറിയിരിക്കുകയാണ്. 183 നിന്ന് 183A കയറി. നമ്മളടുത്തൊരു ചെറിയൊരു ജംഗ്ഷനിലെത്തി. ഇടത്തോട്ട് പോകുന്ന അടൂർ ടൗണിലോട്ട്. നമുക്ക് നേരെ വലത്തോട്ടാണ് പോകേണ്ടത്. വലത്തോട്ട് തിരിഞ്ഞു. ഇനി നമ്മളിവിടെ നിന്ന് നേരെ ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഇവിടെ നിന്ന് നേരെ ആയൂര്, കിളിമാനൂര്, വെഞ്ഞാറമൂട്, പോത്തങ്കോട്, കഴക്കൂട്ടത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് ബൈപ്പാസ് കയറി നേരെ തമ്പാനൂര് അല്ലെങ്കിൽ ട്രിവാൻഡ്രം. അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഓടി കൊട്ടാരക്കര എത്തി. ഇപ്പോൾ കൊട്ടാരക്കര ജംഗ്ഷനിലാണ്. സിഗ്നൽ ബ്ലോക്കാണ്. തമിഴ്നാട് ബസ്സൊക്കെ ഒരു മിന്നായം പോലെ വലത്തോട്ട് പോണ കണ്ടു. അത് തെങ്കാശി പോകുന്നതായിരിക്കണം. എന്തായാലും ഇവിടെ നിന്ന് നേരെയാണ്. വലത്തോട്ടാണ് കൊല്ലം, ഇടത്തോട്ട് പുനലൂര്. നമ്മളങ്ങനെ കൊട്ടാരക്കര ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കയറുന്നു. കൊട്ടാരക്കര ടൗണൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇതാണ് കൊട്ടാരക്കര ടൗൺ. അത്യാവശ്യം വലിയൊരു ടൗണാണ് കൊട്ടാരക്കര. തിരുവനന്തപുരം നേരെ ഓയൂര് വലത്തോട്ട്. അപ്പം നമ്മളിങ്ങനെ ഏതാണ്ട് കൊട്ടാരക്കര ടൗൺ വിടാറായി വരുന്നു. ഏതാണ്ട് ഇതും ഒരു കിലോമീറ്റർ അടുപ്പിച്ചുള്ള ഒരു ടൗൺഷിപ്പാണ്. അത്യാവശ്യം വലിയ ബിൽഡിങ്ങും ബിസിനസ് കേന്ദ്രങ്ങളൊക്കെ ആണ് കൊട്ടാരക്കര. കൊട്ടാരക്കര ടൗൺ വിട്ടു. ഇനി നമുക്ക് അടുത്ത ടൗണിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ആയൂരെത്തി. ആയൂർ ടൗൺ ഇവിടെ സിഗ്നൽ ബ്ലോക്കാണ്.
നേരെയാണ് പോകേണ്ടത്. ഒരു അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇവിടെ റോഡൊക്കെ ഇന്റർലോക്ക് ഇട്ടിരിക്കുക. മെയിൻ റോഡ് തന്നെയാണ്, ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നിറച്ച് കടകളുണ്ട്. ടെക്സ്റ്റൈൽസ്, ജുവലറി, ബേക്കറി, ഫ്രൂട്ട്സ് കട, തയ്യൽ കട, ഇലക്ട്രോണിക്സ് കട, പിന്നെ പെട്രോൾ പമ്പ്, ഇഷ്ടംപോലെ ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട് ഈ ഊര്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചടയമംഗലം എത്തി. ആ കാണുന്നതാണ് നമ്മുടെ ജടായു പാറ. അത് ചടയമംഗലത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ഇപ്പോൾ നിലമേലെത്തി. നിലമേൽ ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നും നമുക്ക് പോവേണ്ടത് സ്ട്രെയിറ്റ് ആണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി സിഗ്നലെല്ലാം ഓണായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജംഗ്ഷൻ പാസ് ആവാൻ പറ്റി. നിലമേലും അത്യാവശ്യം തീരെ ചെറുതല്ല തീരെ വലുതുമല്ലാത്ത ഒരു ടൗണാണ്. നമ്മളങ്ങനെ കിളിമാനൂരെത്തി. കിളിമാനൂർ ജംഗ്ഷൻ ആവുന്നു. എന്നിട്ട് കിളിമാനൂർ ടൗൺ ആയി. ഇതാണ് നമ്മുടെ കിളിമാനൂർ ടൗൺ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗണും കൂടിയാണ് കിളിമാനൂര്. വലിയ ടൗണാണ്. നമ്മളങ്ങനെ ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് നേരെയാണ് പോകേണ്ടത്. നമുക്ക് സിഗ്നലായി കിടക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ കിളിമാനൂർ ടൗൺ ആൻഡ് ജംഗ്ഷൻ പാസ് ചെയ്തു. ഈ അടുത്ത് വാമനപുരം, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കഴക്കൂട്ടം പോണം നമുക്ക്.
ഫ്രണ്ട്സ്, നമ്മൾ കാരേറ്റ് ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഇവിടെ ഒരു HP-യുടെ പമ്പുണ്ട്. ആ പമ്പിലൊന്ന് കയറണം. പിന്നെ CNG ഫിൽ ചെയ്യാൻ സമയമായി. ഒന്നര പോയിന്റേ ഉള്ളൂ. നമുക്കിനിയും ഒരു 10-20 കിലോമീറ്ററിൽ കൂടുതലുണ്ട് അങ്ങ് കഴക്കൂട്ടമെങ്കിലും എത്താൻ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് CNG ഫില്ല് ചെയ്ത് പോവാം. ഒന്നര പോയിന്റേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറേ ദൂരം പോകുമ്പോൾ റിസർവ് ആകും. പിന്നെ CNG തീർന്ന് പിന്നെ പെട്രോൾ ഓടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. ഇവിടെ ഒരു HP-യുടെ പമ്പുണ്ട്. CNG കിട്ടുന്ന പമ്പാണ്. നമുക്കവിടെ കയറി നോക്കാം CNG ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ നമുക്ക് CNG അടിക്കാം. CNG ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടിയും ലോഡൊക്കെ കിടപ്പുണ്ട്. എത്ര സമയം എടുക്കും? എൻ്റെ ഫ്രണ്ട്സ്, നമ്മളിവിടെ പമ്പിലെത്തി. ഇവിടെ CNG മെഷീൻ യൂണിറ്റ് എല്ലാം ഇങ്ങനെ പൊളിച്ചടുക്കി വച്ചിരിക്കുകയാണ്. ചോദിച്ചപ്പോൾ പണി നടക്കുന്നു, അരമണിക്കൂർ കഴിയുമെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും ഒന്ന് നോക്കാം. ഒന്ന് റിഫ്രഷ്മെൻ്റ് ഒക്കെ ചെയ്ത് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായിട്ട് വരാം. ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്കങ്ങ് പോകാം. പോകുന്ന വഴിക്ക് വേറെ എവിടെന്നെങ്കിലും CNG ഫില്ല് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ CNG അടിക്കാൻ വന്നു. CNG അടിക്കുന്ന മെഷീൻ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ CNG ഇല്ല. അങ്ങനെ നമ്മളിന്ന് വാഷ്റൂമൊക്കെ പോയി ഇറങ്ങിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. യൂബറിൽ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് പേട്ടയിലോട്ടാണ് ട്രിപ്പ് അടിച്ചത്. എന്തായാലും നന്നായി. അപ്പോൾ ഞാൻ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. അത് നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. അവിടെ നിന്ന് നമുക്കൊരു യൂബറിലൊരു ട്രിപ്പ് കിട്ടി. അവിടുത്തെ ഒരു ഡോക്ടറാണ് ബുക്ക് ചെയ്തത്. നമുക്ക് ആ ഡോക്ടറെ പിക്ക് ചെയ്യാൻ പോവാം. ഇവിടെ ഈ റോഡെല്ലാം ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തെ കസ്റ്റമറെ പോയി പിക്ക് ചെയ്തിട്ട് പേട്ടയിലാണ് ഡ്രോപ്പ്. നമുക്ക് പേട്ടയിൽ ഡ്രോപ്പ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്ത കസ്റ്റമറിന് ഇവിടെ പള്ളിമുക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഇറക്കി. പുള്ളി ഡോക്ടറാണ്. ഇറക്കി പേയ്മെൻ്റ് എല്ലാം ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. CNG ഇല്ല, റിസർവായി. ഏറ്റവും അവസാനത്തെ പോയിന്റ് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇനി നേരെ CNG അടിക്കാൻ പോകണം. എന്തെങ്കിലും കുറച്ച് കഴിക്കണം, ഫുഡ് കഴിക്കണം, നേരെ വീട്ടിലോട്ട് പോകണം. അപ്പം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ
ഇന്നത്തെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ട്രിവാൻഡ്രത്തെ ഓൺലൈൻ ഓഫ്ലൈൻ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി അടുത്ത് ഒരു പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.